കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 8 നമ്മൾ ശ്ലോകം 39 ചെയ്തു. അപ്പം അതിൽ പിങ്കള എന്ത് പറഞ്ഞിട്ടാണ് നിർത്തിയത് വെച്ചാൽ, അങ്ങ് എനിക്ക് കനിഞ്ഞ് നൽകിയ ഈ വൈരാഗ്യത്തെ ഞാൻ ശിരസാ വഹിക്കണു. എന്നിട്ട് ഈ ഭൗതിക വിഷയങ്ങളിലുള്ള ആഗ്രഹങ്ങളെ മുഴുവൻ ത്യജിച്ച് ഞാൻ സർവനിയന്താവായിട്ടുള്ള ഭഗവാനെ തന്നെ ഇതാ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. ഈ 40 സന്തുഷ്ടാ ശ്രദ്ധദത്യേതദ്യഥാലാഭേന ജീവതി അമുനൈവാഹമാത്മന രമണേന വൈ. അപ്പം നമുക്കതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ഈ 40ാമത്തെ ശ്ലോകത്തിൻ്റെ എന്താണ് ഏതത് ഈ പരമാത്മതത്വത്തിൽ, അതായത് ആണല്ലോ അപ്പോൾ ബോധ്യം വരണത് ആ തത്വം. ഈ പരമാത്മതത്വത്തിൽ ശ്രദ്ധതി യഥാലാഭേന ഈ ഇപ്പം പറഞ്ഞ തത്വത്തിൽ ശ്രദ്ധയുള്ളവളും ഇത് യാദൃച്ഛികമായിട്ട് യഥാലാഭ്യം എന്തോ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ലഭിച്ചതും യാദൃച്ഛികമായി ലഭിച്ചതു കൊണ്ട് സന്തോഷപ്പെട്ടവളായിട്ടും ജീവിക്കുന്നവളായിട്ട് ആത്മഭൂതനും രമണേന സന്തോഷം നൽകുന്ന ആളുമായ അനേനായെ ഈ വിഷ്ണു ഭഗവാനോട് കൂടി അഹം ഞാൻ വിഹരാമി ഞാൻ ക്രീഡിക്കും. എന്താണ് അപ്പോൾ ഇതിൽ പറയണേ? പിങ്കളയ്ക്ക് ഭഗവാനെ കിട്ടിയ പോലുള്ള സന്തോഷമുണ്ട്, അത്രയ്ക്ക് ഇതായി. എന്താ വെച്ചാൽ വിരക്തിയാണ് ഒരു മനുഷ്യനെ ഏറ്റവും ഭൗതിക സുഖങ്ങളിൽ നിന്ന് വിരമിപ്പിക്കുന്ന ഒരു പ്രധാന ഇത്. അപ്പോൾ കരുണാനിധിയായിട്ടുള്ള ആ ഭഗവാനെ ഞാൻ തലകുനിച്ച് വണങ്ങുന്നു, ഞാൻ എല്ലാ വിഷയങ്ങളെയും പരിത്യജിക്കണു അല്ലേ. ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ കഴിഞ്ഞ ശ്ലോകത്തിൽ. അതായത് ഇതെനിക്ക് എതിർച്ചയാ ലഭിച്ച ഒരു അനുഗ്രഹമാണ്. ഇങ്ങനെ എതിർച്ചയാ ലാഭം കൊണ്ട് ഞാൻ ഇനി ശേഷമുള്ള ജീവിതം വളരെ സന്തോഷമായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു. എൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ തന്നെ വസിക്കുന്ന ആ രമണനും ഒരുമിച്ച് ഞാൻ ഇനി ക്രീഡിക്കാൻ തീർച്ചയാക്കി. അതായത് ഭഗവാനായിട്ട് മാത്രമേ ഇനി ക്രീഡുള്ളൂ. എനിക്ക് ഇനി വേറെ ആരുടെ കൂടെയും എനിക്ക് യാതൊന്നും വേണ്ട എന്ന് തീർച്ചയാക്കിയെന്ന് പറയുകയാണ്. എന്താണ്, എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അയത്നമായിട്ട് ലഭിച്ച ഈ വൈരാഗ്യം ഉണ്ടല്ലോ, അത് ഞാൻ സ്വീകരിച്ച് ഞാൻ സന്തോഷമായിട്ട് ജീവിച്ച് ആ ഭഗവാന്റെ പാദപത്മങ്ങളെ മാത്രം സ്മരിച്ച് എൻ്റെ ആത്മസ്വരൂപനും എല്ലാ തരത്തിലുള്ള സച്ചിദാനന്ദ സ്വരൂപനും നിരതിശയമായ ആനന്ദം, പിന്നെ എന്താണ് അനശ്വരമായ ആനന്ദം, നിരശതീയമായ നിരതിശയമായ ആ പരമാനന്ദം നൽകുന്ന ആ ഭഗവാനോട് തന്നെ ഞാൻ ചേർന്ന് ഇനി വിഹരിക്കാൻ തീർച്ചയാക്കിയെന്ന്. എനിക്ക് വേറൊരാളുടെ കൂടെ ഇനി എനിക്കൊന്നും വേണ്ട, ഞാൻ ഭഗവാന്റെ കൂടെ മാത്രമേ ഇനി വിഹരിക്കുന്നുള്ളൂ. ആ ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനാണ്, എനിക്ക് ആത്മാനന്ദം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ആളുമാണ്. അപ്പോൾ ഭഗവാന്റെ കരുണ കൊണ്ട് എനിക്കിപ്പോൾ ഈ വൈരാഗ്യം കിട്ടിയോണ്ട് ഞാൻ ഈ ഭഗവാന്റെ കൂടെ തന്നെ വിഹരിക്കാൻ തീർച്ചയാക്കി. സന്തുഷ്ടാ ശ്രദ്ധദത്യേതദ്യഥാലാഭേന ജീവതി വിഹരാമ്യമുനൈവാഹം ആത്മനാരമണേന വൈ. 41. അതായത് ബാക്കി ദേവന്മാരെ ഒക്കെ വിട്ട് ഞാൻ അങ്ങേ തന്നെ ശരണം പ്രാപിക്കാമെന്ന് പറയുകയാണ്. അതെന്താ കാരണം എന്ന്. സംസാരകൂപേ പതിതം വിഷയേർമുഷിതേക്ഷണം ഗ്രസ്തം കാലാഹിനാത്മാനം കോന്യസ്ത്രാധുമധീശ്വര. അതായത് കാലാതീതനായിട്ട് അങ്ങ് മാത്രമേ ഉള്ളൂ എന്നാണ് പറയണത്. സംസാരകൂപേ, ഈ സംസാരം എന്ന കിണറ്റിൽ, അതായത് സംസാരം എന്ന് പറഞ്ഞാൽ ഈ പൊട്ടക്കിണറ്റിൽ പതിതം വീണവനും വിഷയെ ഇന്ദ്രിയ സുഖങ്ങളാൽ മുഷിതേക്ഷണം അപഹരിക്കപ്പെട്ട ഇന്ദ്രിയങ്ങളോട് കൂടിയവനും
കാലാഹിത, അതായത് കാലസർപ്പത്താൽ ഗ്രസ്തം വിഴുങ്ങപ്പെട്ടവരുമായ ആത്മാനം, ആത്മാവിനെ ത്രാതും രക്ഷിക്കുന്നവൻ അന്യഹക്ക, ഭഗവാനല്ലാതെ, ഭഗവാൻ കൃഷ്ണനല്ലാതെ ഇനി ആരാളുള്ളത്, അല്ലെങ്കിൽ വിഷ്ണു അല്ലാതെ അധീശ്വര, വേറെ ആർക്കെങ്കിലും അതിനുള്ള കഴിവുണ്ടോ ഭഗവാനല്ലാതെ? ഇല്ല. അതുകൊണ്ടാണ് ഭഗവാനെ ഇതാവണം. അതായത് ഈ വിഷയസുഖങ്ങളാൽ പ്രേരിതരായിട്ട് ഈ സംസാരമാകുന്ന പൊട്ടക്കിണറ്റിൽ വീണ് കാലസർപ്പം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ, എന്നെപ്പോലുള്ള എന്നുള്ള നിലയ്ക്കാണ് പിങ്കള പറയുന്നത്, എന്നെപ്പോലെയുള്ള മനുഷ്യരെ മറ്റാർക്കാണ് രക്ഷിക്കാൻ കഴിയുക? വേറെ ആർക്കും, ഭഗവാനില്ലാത്ത ആർക്കും രക്ഷിക്കാൻ കഴിയില്ല എന്ന്. ഇങ്ങനെ ഈ സംസാരമാകുന്ന പൊട്ടക്കിണറ്റിൽ വീണ് ഈ ഇന്ദ്രിയസുഖങ്ങളാൽ പ്രേരിതരായി സംസാരമാകുന്ന പൊട്ടക്കിണറ്റിൽ വീണ് എല്ലാ ഇന്ദ്രിയങ്ങളെയും അപഹരിക്കപ്പെട്ടവരായിട്ട് കാലസർപ്പം അങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന എന്നെപ്പോലുള്ള മനുഷ്യന്മാർക്ക് ഭഗവാനല്ലാതെ അന്യഹക്ക അധീശ്വര, വേറെ ഏത് ഈശ്വരനെയാണ് ഉള്ളത് ആശ്രയിക്കാൻ തക്കവണ്ണം? അതായത് ഭഗവാനെ അല്ലാണ്ട് ബാക്കി എല്ലാവരും കാലസർപ്പത്താൽ വിഴുങ്ങപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് എല്ലാവരും. നമ്മളൊക്കെ ഈ ഭൂമിയിൽ കാണുന്ന സർവ്വജീവജാലങ്ങളും കാലസർപ്പം കൊണ്ട് വിഴുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? ഒരു ദിവസം മുഴുവൻ വിഴുങ്ങും, അപ്പം നമ്മളില്ലാതെയാവും. അപ്പോൾ കാലസർപ്പം എല്ലാവരെയും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ മാത്രമല്ല, ദേവന്മാരെയും, ഈവൻ ബ്രഹ്മാവിനും ഉണ്ട് ആയുസ് കഴിയലേ. അപ്പം ബ്രഹ്മാവും കാലാതീതനല്ല, ആകെ കാലാതീതനായിട്ട് ആരാളത്? മഹാവിഷ്ണു, അല്ലെങ്കിൽ ആ പരബ്രഹ്മം തന്നെ ആയി നിൽക്കുന്ന ആ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പം ആ കാലാതീതനായിട്ടുള്ള ഭഗവാനെ അല്ലാതെ സംസാരമാകുന്ന പൊട്ടക്കിണറ്റിൽ വീണുഴലുന്ന മനുഷ്യർക്ക് വേറെ ഒരാശ്രയമില്ല. സംസാരകൂപേ പതിതം വിഷയേർമുഷിതക്ഷണം ഗ്രസ്തം കാലാഹിനാത്മാനം കോന്യസ്ത്രാതുമതീശ്വര, വേറെ ഏത് ഈശ്വരനാണുള്ളത്? എന്നാൽ ഞാൻ എൻ്റെ രക്ഷയ്ക്ക് മാത്രമാണോ ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ആത്മൈവ ഹ്യാത്മനോ ഗോപ്ത നിർവിദ്യേത യഥാഖിലാത് അപ്രമത്ത ഇതം പശ്യേത് ഗ്രസ്തം കാലാഹിന ജഗത്. 42. ഇതം ജഗത്, ഈ ജഗത്തിനെ, കാലാഹിന, കാലം എന്ന പാമ്പ്, ഗ്രസ്തം വിഴുങ്ങപ്പെട്ടതായി, അപ്രമത്ത, നല്ല ശ്രദ്ധയോടുകൂടി, യഥാ പശ്യേത്, എപ്പോൾ നമുക്ക് നോക്കാൻ സാധിക്കണോ, കാണാൻ സാധിക്കണോ, അഖിലാത്, സമസ്ത പ്രപഞ്ചത്തിൽ നിന്നും, നിർവിദ്യേത, വൈരാഗ്യം ലഭിക്കുന്നു. നമുക്കത് നമ്മൾ കാണണമൊക്കെ ഉണ്ട്, നമ്മളതിനെ കണ്ടിട്ട് അതിനെപ്പറ്റി ചിന്തിച്ച് ഉൾക്കൊള്ളണില്ല. പക്ഷേ എപ്പോഴാണ് ഈ കാലമാകുന്ന പാമ്പ് ഈ സമസ്ത പ്രപഞ്ചത്തിലത്തെ എല്ലാറ്റിനെയും, പ്രപഞ്ചത്തിനെ കൂടി വിഴുങ്ങിക്കൊണ്ടിരിക്കണമെന്ന് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവണം? അപ്പോൾ നിർവിദ്യത, വൈരാഗ്യം ലഭിക്കുന്നു. ഈ കാരണം ആത്മനഃ ഗോപ്ത, ആത്മാവിനെ രക്ഷിക്കുന്നവൻ ആത്മാ ഏവ, ആത്മാവ് തന്നെയാണ്. ആത്മാവിനെ രക്ഷിക്കാൻ ആത്മാവിന് തന്നെ പറ്റുള്ളൂ എന്ന്. എന്താ 42 പറഞ്ഞാൽ, ഈ ദൃശ്യപ്രപഞ്ചം മുഴുവൻ ഈ കാലസർപ്പത്തിൻ്റെ പിടിയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കണ്ടിട്ട് നമ്മൾ നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് എല്ലാ ഭൗതിക ആഗ്രഹങ്ങളിൽ നിന്നും വിഷയങ്ങളിൽ നിന്നും വിരക്തനായി തീർന്നു ചോട്ടെ. അപ്പോൾ ആത്മാവിൻ്റെ രക്ഷകനായി തീരും എന്ന് പറയുകയാണ്. എപ്പോഴാണ് നമുക്ക് വൈരാഗ്യം വരണത് ഇതിനോടൊക്കെ? അപ്പം തൊട്ട് ആത്മാവിനെ രക്ഷിക്കും എന്ന് പറഞ്ഞാൽ. പക്ഷെ ആ വൈരാഗ്യം വരണമെങ്കിൽ എന്ത് വേണം? ഈ ലോകത്തിൽ എല്ലാം, ദൃശ്യപ്രപഞ്ചത്തിൽ എല്ലാം തന്നെ ഈ കാലസർപ്പത്താൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാലസർപ്പം പിടിക്കാത്തതായിട്ട് ഒന്നും കാലസർപ്പത്തിൻ്റെ പിടിയിൽ അല്ലാതെ ഈ ജഗത്തിലൊന്നുമില്ല എന്ന് മനസ്സിലാക്കി അതിനെപ്പറ്റി ആലോചിച്ചാലാണ് നമുക്ക് വൈരാഗ്യം വരിക. അങ്ങനെ വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ
അങ്ങനെ വൈരാഗ്യം വന്ന ആളെ ആ ആളുടെ ആത്മാവിൻ്റെ രക്ഷകനായി തീരും എന്നാണ്. അപ്പോൾ പിന്നെ ഒന്നും അവിടെ ഒന്നിനൊരു പ്രാധാന്യമില്ല. പിന്നെ അതാണ് വളരെ നല്ലൊരു ശ്ലോകമാണ് കേട്ടോ. ആത്മാവ് തന്നെയാണ് ആത്മാവിൻ്റെ രക്ഷിതാവെന്ന്. അവനവൻ തന്നെ രക്ഷിക്കണം. അതായത് പിന്നെ ആത്മസുഖം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബാക്കി സുഖങ്ങൾക്കൊന്നും ആഗ്രഹം ഉണ്ടാവില്ല. ഈ ജഡമായിട്ടുള്ള ജഗത്തിനെ കാലസർപ്പം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആ സത്യം ശരിക്ക് ശ്രദ്ധയോടുകൂടി ചിന്തിച്ചറിയണം. അപ്പോഴാണ് നമുക്ക് വൈരാഗ്യം ഉണ്ടാവണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആത്മാവ് തന്നെ ആത്മാവിനെ രക്ഷിക്കും, അവനവൻ തന്നെ രക്ഷിക്കുന്ന. അതാണ് പറഞ്ഞത്. അത്ര നല്ലൊരു ശ്ലോകമാണ് കേട്ടോ. അതായത് നമുക്ക് ഈ ലോകത്തിൻ്റെ അസ്ഥിരതയെപ്പറ്റി കണ്ട് മനസ്സിലാക്കിയിട്ട് വൈരാഗ്യം ഉണ്ടാവണം. അങ്ങനെ വൈരാഗ്യം വന്ന മനസ്സുണ്ട ഒരാളൊക്കെ ആ ആളുടെ ആത്മാവിൻ്റെ രക്ഷകനായി തീരുമെന്ന് പറയാണ്. ഇനി പിങ്കളയുടെ വാക്കുകൾ ഇതോടെ കഴിഞ്ഞു കേട്ടോ. ഇനി മറ്റേ ഈ അവധൂതം പറയണതാണ്. ആത്മൈവ ഹ്യാത്മനോ ഗോപ്താം നിർവിദ്യേത യദാഖിലാത് അപ്രമത്ത ഇദം പശ്യേത് ഗ്രസ്തം കാലാഹിനാ ജഗത്. ബ്രാഹ്മണ ഉവാച ഏവം വ്യവസിതമതിർദുരാശം കാന്തതർഷജാം ചിത്വോപശമമാന്ധായ ശര്യാമുപവിവേശസ. 43 എന്താ പറഞ്ഞ വെച്ചാൽ ഏവം ഇപ്രകാരം വ്യവസിതമതീസ നിശ്ചയമായ ബുദ്ധിയോടുകൂടിയ, വ്യാവസായിക ബുദ്ധി എന്നൊക്കെ ഉണ്ടല്ലോ, നിശ്ചയമായ ബുദ്ധിയോടുകൂടിയ ഈ പിങ്കള, അവൾ സാ പറഞ്ഞാൽ ഇവിടെ പിങ്കള. പിന്നെ അവധൂതം പറയാണ് കാന്തതർഷജാം ഭർത്തൃപരമായ ആശകളിലുണ്ടായ ദുരാശാം, അതായത് ബാക്കിയുള്ള ആണുങ്ങളുടെ കൂടെ പോകാനുള്ള ആഗ്രഹത്തെ ഹിത്വ ഉപേക്ഷിച്ചിട്ട് ഉപശമം ആസ്ഥായ ശാന്തിയോടുകൂടി ശയ്യാം ഉപവിവേശ കിടക്കാൻ തീർച്ചയാക്കി. ആ കിടക്കാറാവണ സമയം വരെ ഉണ്ടല്ലോ, ഈ ആൾക്കാർ വന്നില്ല എന്ന് തൊട്ട് മേ ബി 8 മണി കഴിഞ്ഞിട്ട് വെച്ചോളൂ. പിന്നെ കുറേ നേരം ഈ മനസ്സിലത്തെ ഈ ഇത് കാരണം നല്ല വൈരാഗ്യം വന്നു. അപ്പം പിന്നെ ആ വിഷമം മുഴുവനെ തീർന്നിട്ട് ശാന്തമായിട്ട് കിടന്നു. അതാണ് പിന്നെ ഉണ്ടായത്. അതായത് പിന്നെ പിങ്കളയ്ക്ക് വിഷമമൊക്കെ മാറി. ഇങ്ങനെ തീരുമാനിച്ചുറച്ചിട്ട് കാമുകന്മാർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിനെ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ കാമുകന്മാരുമായിട്ട് അവൾക്ക് സുഖിക്കണമെന്നുള്ള ആശയമൊക്കെ പരിപൂർണമായിട്ടും ത്യജിച്ച് ശാന്തമായ മനസ്സോടെ പിങ്കള കിടക്കയിൽ കിടന്നു. നല്ല ശാന്തമായി, വൈരാഗ്യം വന്നത് കാരണേ. ബ്രാഹ്മണ ഉവാച ഏവം വ്യവസിത മതിർദുരാശാം കാന്തദർശജാം ചിത്തോപശമം ആസ്ഥായ ശയ്യാമുപവിവേശസ. ആസ്ഥായാണ്, ഇവിടെ തെറ്റി എഴുതിന്നു ആന്ധായാന്നേ. അപ്പോൾ എന്താ ശരിയാവാത്ത വിചാരിച്ചു ഞാൻ. ദുരാശ അതായത് ഉപശമം ആസ്ഥായ ശാന്തിയെ പ്രാപിച്ച് ശയ്യാം ഉപവിവേശ കിടക്കയിൽ ശയിച്ചു. അങ്ങനെ സമാധാനമായിട്ട് ഉറങ്ങാൻ കിടന്നു പിങ്കള. ഇനി 44-ാമത്തെ ശ്ലോകം. അത്ര വളരെ നല്ലതാണ് കേട്ടോ. ഇങ്ങനെ എന്താണെന്നുള്ളത് ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം യഥാ സംചിന്യ കാന്താശം സുഖം സുഷ്വാപ പിങ്കള. പിങ്കളുടെ വിചാരമാണ് പറയണത് കേട്ടോ. എന്നിട്ട് എന്താ പറയണേ, ആയതുകൊണ്ട് ഈ പറഞ്ഞ കാരണങ്ങളാൽ ആഗ്രഹം എന്നത് പരമം ദുഃഖം. ആഗ്രഹങ്ങൾ തന്നെയാണ് നമുക്ക് ദുഃഖത്തിന് കാരണമാവണത്. നൈരാശ്യം ആശ നിശേഷം ഇല്ലാതാവുമ്പോൾ, നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഇല്ലാതെ ആവുമ്പോൾ പരമം സുഖം. ഇന്നത് വേണമെന്ന് ഒരാഗ്രഹമില്ലല്ലോ. അപ്പം ശരിക്കും പരമമായ സുഖം നൽകുന്നു. ഏതാ നിരാശ മീൻസ് ആശയില്ലായ്മ. നമ്മൾ വിചാരിക്കാൻ ഡിസപ്പോയിൻമെൻ്റ് അല്ല കേട്ടോ. നിരാശ പറഞ്ഞാൽ ആശയില്ലായ്മ, ആശ നിശേഷം ഇല്ലാതിരിക്കണേനാണ് നിരാശ എന്ന് പറയണത്. ഇവിടെ പരമം സുഖം, അതാണ് ഏറ്റവും സുഖം. യഥാ എങ്ങനെയെങ്കിൽ പിങ്കള എന്ന വേശ്യ കാന്താശാം ആ
പരമായിട്ടുള്ള ആശയെ ത്യജിച്ച് സംഛിദ്യ മുഴുവൻ ത്യജിച്ച് സുഖം സുഷ്വാപ സുഖമായി ഉറങ്ങി. അതെന്ന് മനസ്സിലാക്കാം നമുക്ക്. അതായത് ആശ തന്നെയാണ് ഏറ്റവും വലിയ ദുഃഖം, വൈരാഗ്യം തന്നെയാണ് ഏറ്റവും വലിയ സുഖം. ഇങ്ങനെ പിങ്കള ആ കാമുകന്മാരിലുള്ള ആശയെ നിശേഷം ത്യജിച്ച് സുഖമായി ഉറങ്ങി. അപ്പോൾ അത് വളരെ വളരെ ഫേമസ് ആണ് കേട്ടത്. അപ്പോൾ എന്താണ് പറയണത്? ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം യഥാ സംഛിദ്യ കാന്താശാം സുഖം സുഷ്വാപ പിങ്കള. എന്ന് വെച്ചാൽ ആശയാണ് ഏറ്റവും വലിയ ദുഃഖം. എന്താ കാരണം വെച്ചാൽ ആശിച്ചു, അത് കിട്ടിയില്ല. അപ്പം നമുക്ക് ദുഃഖവും ദേഷ്യവും, അത് കിട്ടാതിരിക്കാൻ ആരെങ്കിലും കാരണമാണെന്ന് വിചാരിച്ച് അവരോട് ദേഷ്യവും അല്ലേ. ആശയാണ് ഏറ്റവും വലിയ ദുഃഖം. ആശയില്ലായ്മയാണ് ഏറ്റവും വലിയ സുഖം. അതാണ് നമുക്ക് ശാന്തി. അങ്ങനെ ഈ കാമുകന്മാരെ പ്രാപിച്ച് അവരിൽ നിന്ന് കിട്ടുന്ന ധനാശയെല്ലാം കംപ്ലീറ്റ്ലി പരിപൂർണമായിട്ടും ത്യജിച്ച പിങ്കള സുഖനിദ്രയിലാണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ഈ 8-ാം അധ്യായം അവസാനിപ്പിക്കണത്. ശുഖബ്രഹ്മർഷി. അപ്പോൾ ഇതോടെ പിങ്കളുടെ കഥ കഴിഞ്ഞു കേട്ടോ. ആ ശ്ലോകം വായിച്ച് നമുക്ക് അടുത്ത അധ്യായം കുറച്ച് ചെയ്യാം. എന്താ വെച്ചാൽ 16 മിനിറ്റ് ആയിട്ടുള്ളൂ. ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം യഥാ സംഛിന്യ കാന്താശാം സുഖം സുഷ്വാപ പിങ്കള. ഇത് ശ്രീമദ് ഭാഗവതേ പാരമഹംസം സംഹിതായാം അവധൂത സംവാദം നാമ 8-മോധ്യായഃ അല്ലേ. 11 സ്കന്ധം 8-ാം അധ്യായം സമാപ്തായി. ഇനി 9-മോധ്യായം. നമുക്കിനി അടുത്ത അധ്യായത്തിലേക്ക് പോവാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം 9-മോധ്യായ. ഇനി ഏതാ വെച്ചാൽ കുരരപക്ഷി തൊട്ട് ബാക്കി 9 ഗുരുക്കളെയാണ് വർണ്ണിക്കുന്നത് കേട്ടോ. ഇനി 9 ആളും കൂടി ഉണ്ട്, 9 ഗുരുക്കളെയും കൂടി. അപ്പോൾ ഇതിൽ കുരരപക്ഷി മുതലായ ഇനിയുള്ള 9 ഗുരുക്കന്മാരെയാണ് ഇനി ഇതിൽ പറയാൻ പോണത് കേട്ടോ. ഇനി ബ്രാഹ്മണ ഉവാച. ആദ്യം അവധൂതം പറയണതാണ്. പരിഗ്രഹോ ഹി ദുഃഖായ യദ് പ്രിയതമം നൃണാം അനന്തം സുഖമാപ്നോതി തദ്വിദ്വാൻ യസ്ത കിഞ്ചന. അപ്പോൾ നമുക്ക് നോക്കാം. പരിഗ്രഹോ അതന്നെ. നൃണാം യദ് പ്രിയതമം, മനുഷ്യന്മാർക്ക് ഏതൊക്കെയാണ് ഇഷ്ടമായത്. പരിഗ്രഹ അതിനെ സമ്പാദിക്കുക എന്നത് ദുഃഖായ ദുഃഖത്തിന് ഹേതുവായിത്തീരും. പിന്നെ ദുഃഖം ഉണ്ടാവാൻ കാരണമാവും. നമുക്ക് എന്തൊക്കെയാണ് മോഹമുള്ള അതിൻ്റെ പിന്നാലെ പോയിട്ട് അതിനെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ അത് ദുഃഖത്തെ കലാശിക്കും. അതുകൊണ്ട് യഹ ഈ ഏതൊരുത്തൻ തദ്വിദ്വാൻ അതിനെ അറിഞ്ഞിട്ട് അകിഞ്ചന ഒന്നിനും ബന്ധപ്പെടാത്തവനായിട്ട് അല്ലെങ്കിൽ ഒന്നും സ്വന്തമായിട്ടില്ലാത്തവനായിട്ട് അനന്തം സുഖം, അതായത് അറ്റമില്ലാത്ത സുഖത്തെ പ്രാപിക്കുന്നു. എന്താണ് പറഞ്ഞാൽ വെച്ചാൽ ഈ നമുക്ക് ഓരോരോ സാധനങ്ങളോട് അധികം ഇഷ്ടം തോന്നിയിട്ട് ആ വസ്തുക്കളെ സമ്പാദിക്കാനായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പുറപ്പെടുമ്പോൾ അതിനെ സ്വന്തമാണെന്നുള്ള ഭാവം ഉണ്ടാവുക. അഥവാ കിട്ടിയാൽ അല്ലെങ്കിൽ കിട്ടിയിട്ട് സ്വന്തമാക്കണം എന്നുള്ള ഭാവത്തിൽ, അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തമാണെന്നുള്ള ഭാവത്തിൽ അങ്ങനെ നമ്മൾ അതിൻ്റെ പിന്നാലെ പോണത് തന്നെ ദുഃഖത്തിന് കാരണമാണ്. എന്താ വെച്ചാൽ ഒന്നിലും ഒരു വലിയ മമതയില്ലാതെ ഒന്നും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആൾക്കാർക്കാണ് ശരിക്കുള്ള സുഖം അനുഭവിക്കാൻ സാധിക്കുക എന്ന് പറയുകയാണ്. അതായത് എന്തെങ്കിലും കൈവശപ്പെടുത്തി സൂക്ഷിച്ചു വയ്ക്കുന്നതാണ് നമുക്ക് സുഖമെന്ന് തോന്നിച്ചാലും
ഹേ രാജാവേ, എന്തെങ്കിലും നമ്മൾ സ്വന്തമായി എങ്ങനെയെങ്കിലും സമ്പാദിച്ച് അത് കയ്യിൽ വയ്ക്കുന്നത് സുഖമായി തോന്നാമെങ്കിലും ശരിക്ക് പറയാച്ചാൽ അതാണ് വലിയ ദുഃഖം. ഒന്നും സൂക്ഷിച്ച് വയ്ക്കാതെ ആത്മാവിൽ മാത്രം സുഖം കാണാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും അനന്തമായിട്ടുള്ള സുഖം ഉണ്ടാവുക എന്ന്. അത് ഞാൻ ആരെന്നാ പഠിച്ചതെന്നാണ് പറയണത്. ഈ ഞാറപ്പക്ഷിയോ എന്താ കുരരപ്പക്ഷിയോ എന്താ വെച്ചാൽ അത്. അപ്പോൾ ഇതിൽ എന്താണ് അവധൂതം പറഞ്ഞാൽ വെച്ചാൽ, ശരിക്കും പറയാച്ചാൽ ഒന്നും അവനവൻ്റെന്ന് പറഞ്ഞ് ഉണ്ടാവാതിരുന്നാലാണ് സുഖം എന്ന്. അവനവൻ്റെന്ന് പറഞ്ഞ് എടുത്തു വെച്ച് അത് ദുഃഖത്തിൽ കലാശിക്കും. ശരിക്ക് എനിക്ക് എൻ്റെ ആത്മസുഖം തന്നെ വേണ്ടു എന്ന് വിചാരിച്ച് ഒന്നും സ്വന്തമാണെന്ന് വിചാരിക്കാത്തതാണ്. അത് ഞാൻ ആരെന്ന് പഠിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി കുരരപക്ഷി എന്ന് പഠിച്ചു എന്നാണ് കേട്ടോ രണ്ടാമത്തെ ശ്ലോകം. അപ്പോൾ ആദ്യത്തെ വായിക്കാം. ബ്രാഹ്മണ ഉവാച പരിഗ്രഹോ ഹി ദുഃഖായ യദ്യത് പ്രിയതമം നൃണം അനന്തം സുഖമാപ്നോതി തദ്വിദ്വാൻ യസ്തു കിഞ്ചനഃ. സാമിഷം കുരരം ജഘ്നുർ ബലിനോയേ നിരാമിഷാ തദാമിഷം പരിത്യജ്യ ന സുഖം സമവിന്ദത. എന്താ പഠിച്ചറിയോ? സാമിഷം എന്ന് വെച്ചാൽ മാംസം. സാമിഷം വെച്ചാൽ മാംസമാണ്. മാംസത്തോടു കൂടിയ കുരരം, ഈ ഞാറപ്പക്ഷിയോ കുരരപക്ഷിയോ ഒരു പക്ഷി എന്ന് വെച്ചാൽ മതി, ഒരു കുരരപക്ഷിയെ. നിരാമിഷാഹ മാംസമില്ലാത്തവയും ബലിനഹ യെ നല്ല ശക്തിയുള്ള അന്യപക്ഷികൾ ഉണ്ടോ അവകൾ. അതായത് ഈ ഞാറപ്പക്ഷി ചെറുതാണ്, അതിൻ്റെ കയ്യിലൊരു മാംസകഷ്ണമുണ്ട്. അപ്പോൾ അതിനേക്കാളും ശക്തിയുള്ള പക്ഷികൾ, ഈ വലിയ പരുന്ത ജാതി വലിയ പക്ഷികൾ, ജഘ്നു കൊത്തി സഹ ആ കുരരപക്ഷി തദ് മാംസം ആ മാംസത്തിനെ പരിത്യജ്യ അതിനെ അവിടെ ഇട്ടു. കുറച്ച് നേരം ഇപ്പോൾ വലിയ വലിയ പക്ഷികൾ വന്നിട്ട് ഇവളെയും കൂടി ഉപദ്രവിക്കാൻ തുടങ്ങി. ആ മാംസം കണ്ടിട്ടേ അത് അവർക്ക് വേണം. ഇത് ചെറിയ പക്ഷിയില്ലേ, അപ്പോൾ ഇതിനെ ഉപദ്രവിക്കാൻ തുടങ്ങി ആ മാംസം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം അത് കയ്യിൽ നിന്ന് വിട്ടു ഈ കുരരപക്ഷി, ഞാറപ്പക്ഷി, ചെറിയ പക്ഷി. അപ്പം എന്താ ഈ പരിത്യജ്യ അത് അങ്ങനെ വിട്ടപ്പോൾ എന്താ, ആ വലിയ പക്ഷികളൊന്നും പിന്നെ ഈ ചെറിയ പക്ഷികൾ കൂടെ വന്നില്ല. അവർക്ക് ആ മാംസേ വേണ്ടേ. സുഖം സമവിന്ദത പ്രാപിച്ചു. അതെന്നാണ് പഠിച്ചതേ. കയ്യിലുണ്ടെങ്കിലാണ് നമുക്ക് സുഖക്കുറവെന്ന് പഠിച്ചത്. ഞാറപ്പക്ഷിന്ന് എന്താ കാരണം വെച്ചാൽ, ഈ കുരരപക്ഷിയോ ഞാറപ്പക്ഷിയോ എന്താ വെച്ചാൽ അത് ഒരു മാംസകഷ്ണം കൊത്തിയെടുത്തിട്ട് അത് കൊണ്ട് പറക്കേ അല്ലെങ്കിൽ അത് കൊണ്ടുവച്ചൊരു കുമ്പിൽ നിന്ന് തിന്നുകയോ ചെയ്യുന്ന സമയത്ത് എന്താണ്ടായേ, ഇങ്ങനൊരു വിശന്നിരിക്കണ വേറെ കുറേ വലിയ പക്ഷികൾ ഇത് കണ്ടു. ഈ ഞാറപ്പക്ഷിയെ ഉപദ്രവിച്ച് ആ മാംസകഷ്ണം എടുക്കാൻ വേണ്ടി നോക്കി. അപ്പം എന്ത് ചെയ്തു, ഈ ഞാറപ്പക്ഷിയോ കുരരപക്ഷി ആ മാംസകഷ്ണം അങ്ങോട്ട് ഉപേക്ഷിച്ചു. അതോടെ എന്തായി, ഈ മറ്റ് വിശന്നിരിക്കണ വലിയ പക്ഷികളുടെ ഉപദ്രവം മുഴുവനെ ഇല്ലാതെ ആ ഉപദ്രവത്തിൽ നിന്ന് ശരിക്കും തന്നെ പരിപൂർണ മുക്തനായി. അപ്പം അതിൽ നിന്നാണ് ഞാൻ പഠിച്ചതെന്ന് പറയണേ. എന്താ പറയുക, അവനവൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് ദുഃഖം. ഒന്നുമില്ല, അത് ത്യജിച്ചില്ലേ. ഇപ്പം മാംസകഷ്ണം ത്യജിച്ചപ്പോൾ എന്താ, കുരരപക്ഷിക്ക് അവരുടെ ഉപദ്രവത്തിൽ നിന്ന് അങ്ങോട്ട് മുക്തനായി അല്ലേ. അപ്പം അതാണ് ഞാൻ പറയണം. ആ മാംസകഷ്ണം അങ്ങോട്ട് വിട്ടുകൊടുത്തപ്പോൾ അവരുടെ ദേഹോപദ്രവത്തിൽ നിന്ന് മുക്തനായി ആ കുരരപക്ഷിക്ക് നല്ല സുഖമായി. അതിൽ നിന്നാണ് ഞാൻ പഠിച്ചത് എന്ത്, നമുക്ക് കൈവശം സൂക്ഷിച്ച് വയ്ക്കുമ്പോഴാണ് ദുഃഖം എന്നും ത്യാഗമാണ് നമുക്ക് സുഖത്തിന് കാരണമെന്നും ഞാൻ ഈ കുരരപക്ഷിയിൽ നിന്ന് പഠിച്ചു എന്നാണ് പറഞ്ഞത് അവധൂതൻ കേട്ടോ. അപ്പോൾ ഇനിയൊരു അപ്പോൾ കുരരപക്ഷി ഒരു ഗുരു, അത് പോസിറ്റീവ് ഗുരു തന്നെയാണ് കേട്ടോ. കാരണം ത്യജിക്കുക ഭേദം ആരെങ്കിലും ഒന്നാന്നുള്ളത് പഠിച്ചു അല്ലേ. അതായത് നമ്മൾക്ക് സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളേന്ന് പറഞ്ഞ് കൂട്ടി വയ്ക്കുമ്പോഴാണ് നമുക്കത് നഷ്ടപ്പെടുമോന്നോ വേറെ വല്ലവരും എടുക്കുമെന്നൊക്കെ ദുഃഖേ നമ്മളുടെ ആണെന്ന് വിചാരിക്കണില്ല വെച്ചാൽ പിന്നെ ഒന്നുമില്ലല്ലോ. അതാണ് അത്. ആ ഗുരു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ശ്ലോകം. നമേ മാനവമാനൗ സ്കോ നമേ മാനവമാനൗ സ്തോ ന ചിന്ത ഗേഹപുത്രിണം ആത്മക്രീഡ ആത്മരതിർ വിചരാമീഹ ബാലവത്. എന്താണ് ഈ മൂന്നിൽ പറഞ്ഞു വെച്ചാൽ, എനിക്ക് മാനാവമാനവും അഭിമാനവും അവമാനവും രണ്ടും ന സ്തഹ ഇല്ല.
രണ്ടുമില്ല എനിക്ക്. ഗേഹപുത്രിണാം, വീട്, മക്കള് മുതലായ സ്വന്തമായിട്ടുള്ളവർക്ക് ചിന്ത എപ്രകാരമാണ് വിചാരങ്ങൾ, അതൊന്നും എനിക്കില്ല. ആത്മക്രീഡ, ആത്മാവിൽ തന്നെ ക്രീഡിച്ചുകൊണ്ട് ആത്മരതി, ആത്മാവിനെ തന്നെ പ്രിയത്തോടു കൂടി ഇഹ ബാലവത്, ഈ ലോകത്തിൽ ചെറിയ കുട്ടികളെ പോലെ വിചരാമി, ഞാൻ കുട്ടികളിൽ നിന്ന് അതാണ് പഠിക്കണം. വിചരാമി മീൻ ഞാൻ അങ്ങനെ സഞ്ചരിക്കുന്നു സന്തോഷമായിട്ടാണ്. കുട്ടികളിൽ നിന്ന് എന്താ പഠിച്ച ഞാൻ വെച്ചാൽ, എനിക്ക് അഭിമാനവും അവമാനവും ഒന്നുമില്ല, എല്ലാം ഒരുപോലെ. എനിക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. മാത്രമല്ല എനിക്ക് ഗൃഹം, പുത്രന്മാർ, അങ്ങനത്തെ അവരെ കൊണ്ടുണ്ടാകാവുന്ന, അതായത് ഗൃഹസ്ഥന്മാർക്കും മാതാപിതാക്കന്മാർക്കും ഉണ്ടാവുന്ന ഒരു ചിന്തകളോ വറികളോ എനിക്കില്ല. ഞാൻ എപ്പോഴും എൻ്റെ ആത്മാവിൽ തന്നെ രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ആരെപ്പോലെയാണ്, ഞാനത് ആരെന്നാണ് പഠിച്ചത്? ചെറിയ കുട്ടിയെപ്പോലെ ഞാൻ ഇന്ന ആളുടെ മകനാണ്, അല്ലെങ്കിൽ എനിക്കിതുണ്ട്, എനിക്ക് ഇത്ര സ്വത്തുണ്ട്, അല്ലെങ്കിൽ എനിക്കില്ല അവമാനം, അങ്ങനത്തെ യാതൊരു ചെറിയ കുട്ടികൾക്കും ഒന്നുമില്ലല്ലോ, അവർക്കൊന്നും അറിയില്ലല്ലോ. അവർക്ക് എപ്പോഴും ആ നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു പുഞ്ചിരി, അല്ലേ, വേദനിച്ചാൽ കഴിയും, അത്രയേ ഉള്ളൂ. ഒന്നും എൻ്റെ ആണെന്നോ അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളാണെന്നുള്ള അഭിമാനമോ അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന അവമാനമോ അങ്ങനെ ഒന്നുമില്ലല്ലോ അവർക്ക്. അവരെപ്പോഴും ഇങ്ങനെ സന്തോഷിച്ചിരിക്കും, അവനവനിൽ തന്നെ വിശപ്പില്ലെങ്കിൽ, അല്ലേ. അപ്പം അതാണ് ഞാൻ ഒരു കുട്ടിയെന്ന് പഠിച്ചു എന്ന് പറയുകയാണ്. ഒരു എല്ലാ ചെറിയ കുട്ടികളുടെയും തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ പിന്നെ 19ാമത്തെ ഗുരുവാണ് ഈ കുട്ടി. 18 കഴിഞ്ഞു നമ്മളെ, കുരരപക്ഷി 18ാമത്തേതുകൊണ്ട്. 19ാമത്തെ ഗുരു ആരാണ്? ഈ കുട്ടിയാണ്, കുട്ടികൾ, ശിശു. അന്ന് ഞാൻ എന്താ പഠിച്ചാൽ, എനിക്ക് മാനമില്ല, അഭിമാനമില്ല, അവമാനമില്ല. വീട്, കുടുംബം അങ്ങനെയുള്ളവരെ പോലെ, ഗൃഹസ്ഥന്മാരെ പോലെ എനിക്ക് ഒരു ചിന്തയും വറിയില്ല. ഞാൻ എൻ്റെ ആത്മാവിൽ തന്നെ രമിച്ചുകൊണ്ട്, ആത്മാവിൽ തന്നെ ആനന്ദിച്ചുകൊണ്ട് ഞാൻ ഒരു കുട്ടിയെ പോലെ, ഒരു ശിശുവിനെ പോലെ സ്വതന്ത്രനായിട്ട് സുഖിച്ച് കഴിയുന്നു. അതായത് ഈ ലോകത്തെ ശരിക്ക് പറയാച്ചാൽ ഒരു വിചാരങ്ങളും ഇല്ലാണ്ട് സന്തോഷമായിട്ടിരിക്കണ ഒരു സാധാരണ 2 ആൾക്കാരേ ഉള്ളൂ അത്രേ. ആരാണ്ടോ? ഒന്ന് അജ്ഞാനിയായിട്ടുള്ള കുട്ടിയും, ഒന്ന് സർവജ്ഞനായിട്ടുള്ള ബ്രഹ്മജ്ഞാനി. അത് നമ്മൾ ഇതിനു മുമ്പ് വന്നുല്ലോ. അപ്പോൾ ഇതിൽ പറയണത് എന്താ വെച്ചാൽ, കുട്ടികളെ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത് എന്താ, ഞാൻ ആത്മാവിൽ തന്നെ രമിക്കണം എന്ന് ഞാൻ അവരിൽ നിന്നാണ് ഈ പാഠം പഠിച്ചതാണ് പറയുകയാണ്. അപ്പോൾ ശരിക്കും പറയാ വെച്ചാൽ യാതൊരു ചിന്തയും വറിയില്ലാണ്ട് കുട്ടികളും ആത്മജ്ഞാനികളും മാത്രമേ ഉള്ളൂ. ഒരാൾക്ക് അജ്ഞാനം കൊണ്ടാണ് വറിയില്ലാത്ത, മറ്റേ ആൾക്ക് എല്ലാം അറിയണോണ്ടാണ് വറിയില്ലാത്ത, അല്ലേ, നമ്മൾ മുമ്പ് ചെയ്തൂല. അപ്പോൾ കുട്ടിയാണ് വേറൊരു ഗുരു, നല്ല ഗുരുവാണ് കേട്ടോ, പോസിറ്റീവ് ഗുരുവാണ്. അതായത് അജ്ഞാനിയായിട്ടുള്ള ഒരു കുട്ടിക്കും സർവജ്ഞനായിട്ടുള്ള ഒരു ബ്രഹ്മജ്ഞാനിക്കും ആണ് ഏറ്റവും ആനന്ദം എന്ന് ഞാൻ ഇപ്പോൾ അടുത്തേൽ അതൊന്നുകൂടിയും പറയണ്ട. ദ്വാവേവ ചിന്തയാ മുക്തൗ പരമാനന്ദ ആപ്ലുതൗ യോ വിമുക്തോ ജഡോ ബാലോ യോ ഗുണേഭ്യ പരംഗത. അതാണ്, നോക്കൂ, യഹ വിമുക്ത, അതായത് ഇങ്ങനെ അഭിമാനവും അവമാനവും ഇല്ലാത്തവരാരാണോ അവനും, ജഡഹ, ഏത് വിധമായ പ്രയത്നവും ഇല്ലാത്തവനും, അതായത് വലിയ പ്രയത്നമൊന്നും ചെയ്യുന്നില്ല, ബാലനായും ഇരിക്കുന്നുവോ ഏവൻ ഗുണേഭ്യ പരം, ഗുണാതീതനായ ഈശ്വരനിൽ ഗത ഐക്യത്തെ പ്രാപിക്കുന്നുവോ, ദ്വൗ ഏവ, ഈ 2 പേരും ആണ് ചിന്തയാ മുക്തവും, വിചാരരഹിതന്മാരായിട്ട് പരമാനന്ദേ ആപ്ലുതൗ, പരമാനന്ദത്തിൽ മുഴുകുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞത് തന്നെ. അതായത് എന്താ പറഞ്ഞ വെച്ചാൽ, അജ്ഞനും, അതായത് ഒന്നും അറിയാത്തൊരു കുട്ടി, അപ്പം അത് സന്തോഷം ഉണ്ടാവാൻ വേണ്ടി ഒരു പ്രയത്നവും ചെയ്യണില്ലല്ലോ. ഒരു കുട്ടി എപ്പോഴും സന്തോഷമാണ്, സന്തോഷിക്കാൻ വേണ്ടി ഒരു പ്രയത്നവും ചെയ്യണില്ല. അപ്പോൾ അത് അജ്ഞാനം കൊണ്ട് ഒന്നും അറിയില്ല, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഒന്നും അറിയാത്ത, ഒന്നിനും വേണ്ടി പ്രയത്നിക്കാത്ത ഒരു കുട്ടിയും ഈ മായയ്ക്കതീതനായിട്ട് വർത്തിക്കുന്ന ഒരു ബ്രഹ്മജ്ഞാനിയും മാത്രമേ ഈ ലോകത്തിൽ
ചിന്ത കൊണ്ട് ബുദ്ധിമുട്ടാതെ പരമാനന്ദത്തിൽ, അതായത് മനസ്സിൽ ചിന്തകളാൽ തപിപ്പിക്കപ്പെട്ട മനസ്സില്ലാതെ, അങ്ങനത്തെ മനസ്സല്ലാതെ, ചിന്തകളാൽ തപിക്കുന്ന മനസ്സില്ലാതെ പരമാനന്ദത്തിൽ മുഴുകുന്നവർ 2 തരത്തിലുള്ള ആൾക്കാരെ ഉള്ളൂ. ഒന്ന് അജ്ഞാനികളും, ഒന്നിനും വേണ്ടി പ്രയത്നിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാത്ത ചെറിയ കുട്ടികളും. പിന്നെയോ ഈ മായാതീതനായിട്ട് ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള, അല്ലെങ്കിൽ സർവജ്ഞന്മാരായിട്ടുള്ള ബ്രഹ്മജ്ഞാനികളും കുട്ടികളും മാത്രമേ ഈ മനസ്സിൽ ചിന്ത കൊണ്ട് വേവലാതിപ്പെടാതെ ശരിക്കും പരമാനന്ദ സുഖം അനുഭവിക്കുന്നവർ 2 ആളേ ഉള്ളൂ, ശിശുക്കളും ബ്രഹ്മജ്ഞാനികളും എന്നാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്കൊന്നുകൂടി ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. അയ്യോ വേണ്ട, നിർത്താട്ടോ, ഇവിടെ നിർത്താം. ദ്വാവേവ ചിന്തയാ മുക്തൗ പരമാനന്ദ ആപ്ലുതൗ യോ വിമുക്തോ ജഡോ ബാലോ യോ ഗുണേഭ്യ പരംഗത. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം.